ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ആ സമയത്ത് തന്നെ പരമാവധി ഇടപെടാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത്. വളരെ ദൗർഭാഗ്യകരമായി നമ്മളെല്ലാവരും കാത്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജോയിയുടെ ജീവനറ്റ ശരീരമാണ് നമുക്ക് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്ന നഷ്ടം നികത്താനാകാത്ത നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ അമ്മ എന്ന് ഏതൊരു അമ്മയും പോലെ പ്രതീക്ഷിച്ചിരുന്നു. ബന്ധുക്കൾക്കുണ്ടായ വേദനയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഉള്ള ആദരാഞ്ജലി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. അടിയന്തരമായി മനുഷ്യത്വം ഒരു തനിമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ജോയിയുടെ കുടുംബത്തിന് ഏറ്റവും ഉചിതമായ ഒരു നഷ്ടപരിഹാരം ഏറ്റവും അടിയന്തരമായി നൽകാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാകണം. ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഉചിതമായ നഷ്ടപരിഹാരം എന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും ചെറിയൊരു കാര്യമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ വരവ്, ചിലവ്, അവരുടെ ബഡ്ജറ്റ് എന്നെല്ലാം പറഞ്ഞാൽ വളരെ വലുതാണ്. ആ ഇന്ത്യൻ റെയിൽവേക്ക് ഈ സാധു മനുഷ്യന്റെ ഈ ദുരവസ്ഥയ്ക്ക്, ദുരന്തത്തിന് കാരണമായ ഈ പശ്ചാത്തലത്തിൽ ഞാനിതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതാണ്. അത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യൻ റെയിൽവേ മന്ത്രിയിൽ നിന്നും മന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അത് ഇപ്പോഴും വൈകുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, അങ്ങേയറ്റം അനൗചിത്യമാണ്. ഇത് കാണിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടാമതൊരു കത്ത് കൂടി ഇന്നലെ എഴുതിയിട്ടുണ്ട്. നീ ശ്രദ്ധയിൽ വരാത്തതാണെങ്കിൽ വരട്ടെ എന്ന് കരുതി എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു കത്ത് നൽകിയിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം, റെയിൽവേക്ക് ഇത് സംബന്ധിച്ച് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നതായിരുന്നു. രണ്ട്, അപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സമയമായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ റെയിൽവേയുടെ നിസ്സഹകരണം പല സന്ദർഭങ്ങളിലും ഉണ്ടായി. സഹകരണ മനോഭാവം പുലർത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുക്കണം. ഈ രണ്ടു കാര്യങ്ങളായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. അപ്പോഴത്തെ ആവശ്യം അതായിരുന്നു. പക്ഷെ ഇപ്പോഴതല്ല. രണ്ടാമതൊരു കത്ത് കൂടി മന്ത്രിക്ക് ഇന്നലെ നൽകിയിട്ടുണ്ട്. ആ കത്തിനെ കുറിച്ച് വിശദീകരിക്കാനാണ് നിങ്ങളെ ഇപ്പോൾ കണ്ടത്. ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു നഷ്ടപരിഹാര തുക നൽകി മാതൃകയാകാൻ ഇന്ത്യൻ റെയിൽവേ ഉടൻ തയ്യാറാകണം. അതിന് കേന്ദ്രമന്ത്രി നേതൃത്വം കൊടുക്കണം. മറ്റൊരു കാര്യം, ഇതിൽ നിന്ന് ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോഴാണല്ലോ നമ്മുടെ ശ്രദ്ധയിൽ പലതും വരിക. എപ്പോഴും അങ്ങനെയാണല്ലോ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം റെയിൽവേ അവരുടെ മാലിന്യ സംസ്കരണം നടത്തേണ്ടത്. അത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശ പ്രകാരം രണ്ട് തരത്തിലുള്ള വേസ്റ്റാണ്. ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, പലതരത്തിലുള്ള മാലിന്യം. അതിനു പുറമെ ഓടി വരുന്ന ട്രെയിൻ, ആ ട്രെയിനിൽ നിന്ന് ശേഖരിക്കുന്ന വേസ്റ്റ്. ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിനെ എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളെ ആസ്പദമാക്കിയാണ്, അതിന്റെ ആ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ അതിനൊരു മെക്കാനിസം ഉണ്ടായത്. ഓരോ സ്ഥലത്തും എന്താണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രോട്ടോകോൾ ഇന്ത്യൻ റെയിൽവേക്കുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ഡിപ്പാർട്ട്മെന്റുണ്ട്, അതിന് ഉദ്യോഗസ്ഥരുണ്ട്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് ഇന്ത്യൻ റെയിൽവേക്ക്, തിരുവനന്തപുരത്തുമുണ്ട്. അതിന്റെ പ്രവർത്തനം എത്രത്തോളമാണ് ഫലപ്രദമായി നടക്കുന്നത് എന്ന് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കണം. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ
മാർഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ ആ ഫ്രെയിംവർക്കിനുള്ളിൽ നടക്കുന്നുണ്ടോ? ഒന്ന്. രണ്ട്, ഈ ഡിപ്പാർട്ട്മെന്റ് അവരുടേതായ കടമ കുറ്റമറ്റ നിലയിൽ നിർവഹിക്കുന്നുണ്ടോ? ഇതൊരാൾ വീണ് മരിക്കുന്നത് മാത്രമല്ലല്ലോ, മറിച്ച് ഒട്ടനവധി പകർച്ചവ്യാധികളുടെ സാധ്യത അല്ലെങ്കിൽ മറ്റൊട്ടനവധി കാര്യങ്ങളുണ്ടല്ലോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള. പ്രത്യേകിച്ചും കേരളം പോലൊരു സ്റ്റേറ്റ് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിൽ ഒരുപാട് കൺസേൺ ഉണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനാണല്ലോ തിരുവനന്തപുരം. തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലും ഇത് സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ ഒരു പരിശോധന, റിവ്യൂ ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രിയുടെ തന്നെ നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയത്തിന്റെ തന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരം അത് നടന്നുവെന്ന് ഉറപ്പാക്കാൻ കഴിയും. ഇവിടെ റെയിൽവേ, ഞാൻ വേറൊരു തരത്തിൽ പറഞ്ഞു പോകുന്നില്ല, പക്ഷെ എങ്കിലും പറയാതെ പോകാനാകില്ല, ഞാനത് മന്ത്രിയോടും കത്തെഴുതിയപ്പോൾ സൂചിപ്പിച്ചിരുന്ന കാര്യമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൽ പ്രസൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ പ്രസൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ഒടുവിലാണ് ഞാൻ കത്തെഴുതി, അതിനുശേഷം മാധ്യമങ്ങളിൽ നിരന്തരമായ വിമർശനങ്ങൾക്ക് ശേഷമാണ് ഒരല്പം ഉയർന്ന നിലവാരത്തിലുള്ളവർ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം വരാൻ തയ്യാറായത്. അതൊരിക്കലും മാതൃകാപരമായ ഒരു കാര്യമല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായാല് ബാക്കിയൊക്കെ നമുക്ക് വീഴ്ചകളൊക്കെ പിന്നീട് പരിശീലിക്കാം. പക്ഷെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നേരിട്ട് വന്നു അവിടെ യഥാർത്ഥത്തിൽ ഒരു ഏകോപനത്തിന്റെ സാധ്യതയാണല്ലോ വരേണ്ടത്. ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭ അതിൽ വളരെ നിർണായകമായ, വളരെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിന്റെ റോൾ നിർവഹിച്ചു. തലസ്ഥാനത്ത് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പലതവണ ഉന്നതതല യോഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മുൻ മന്ത്രി MLA യുമായ ശ്രീ ആന്റണി രാജു, മേയർ, ഇവരെല്ലാം അവിടെ ഫുൾ ടൈം, മേയർ ഈ പറയുന്ന മണിക്കൂറുകളിലുടനീളം ഫുൾ ടൈം അവിടെ തന്നെ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം DYFIയുടെ വോളണ്ടിയർമാരുടെ സ്ഥാനത്താണ്. അതെല്ലാം ഞാൻ പറഞ്ഞത് നാടാകെ ഇതിനു വേണ്ടി നിൽക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സമീപനത്തായിരുന്നു. ഇന്ത്യൻ റെയിൽവേ ജനങ്ങളുടേതാകട്ടെ, കുറെ കൂടി ചേർന്ന് നിൽക്കട്ടെ. ഈ ജനങ്ങളിൽ നിന്ന് വേറിട്ട ഒരു ഡിപ്പാർട്ട്മെന്റായി ഇന്ത്യൻ റെയിൽവേ ഒരു അസ്തിത്വം സ്വീകരിക്കാൻ നിൽക്കരുത്. ജനങ്ങളുടേതാണ് റെയിൽവേ എന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെയൊരു പ്രശ്നത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് സാധിച്ചില്ല. അതാണ് ഞാൻ പറയുന്നത്, ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ. ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സ് എവിടെയായിരുന്നു? ജോയിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു, പ്രതീക്ഷയായിരുന്നു. നിങ്ങളെല്ലാവരും, മാധ്യമപ്രവർത്തകരെല്ലാം ഉറക്കം വിളിച്ച് അവിടെ തന്നെയാണ് നിന്നത് എല്ലാവരും. പക്ഷെ നിങ്ങളെല്ലാവരും നിൽക്കുന്നു, നമ്മളെല്ലാവരും നിൽക്കുന്നു, പക്ഷെ അവിടെ ഇന്ത്യൻ റെയിൽവേ ഇല്ല. അത് ശരിയല്ലല്ലോ. റെയിൽവേ ജനങ്ങൾക്കൊപ്പം നിൽക്കട്ടെ. റെയിൽവേ എന്ന് പറഞ്ഞാല് റെയിൽവേയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്നേ, വാക്കബിൾ ഡിസ്റ്റൻസിലാണല്ലോ അതിന്റെ DRM എല്ലാം ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ പണ്ടേ ഉള്ള ആക്ഷേപമാണ്, എല്ലാവരും ഫീലാണ്, ഒരു കൊളോണിയൽ ബോധം ഇപ്പോൾ മനസ്സിൽ നിൽക്കുക. അത് ശരിയല്ല. അവരുടെ മനസ്സിൽ കൊളോണിയൽ ബോധം നിൽക്കുക. ആ കൊളോണിയൽ ബോധത്തിന്റെ പ്രേതബാധ വിട്ട് മാറണം. അതിൽ നിന്ന് ഇറങ്ങി വരണം. അത് വിട്ട് അവർ താഴേക്ക് ഇറങ്ങി വരണം. ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ജനങ്ങളോടൊപ്പം നിന്ന് അത് നേതൃത്വം കൊടുക്കുകയും വേണം. അപ്പൊ ഞാൻ അന്ന് രാത്രി ഇവിടെ സന്ദർശിക്കുമ്പോൾ മേയറും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ അധികൃതരും റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ ആളുകൾ, അവരുടെ എക്സ്പെർട്സും പറഞ്ഞൊരു കാര്യം, ഒരു സഹായം അഭ്യർത്ഥിച്ചത് ആ 2 ട്രാക്കിൽ നിന്ന് കുറെ നേരത്തേക്ക് റെയിൽ ഗതാഗതം ഒന്ന് നിർത്തിത്തരണം. കാരണം എങ്കിൽ നമുക്ക് വിഷയം ഉപയോഗിച്ച് വിഷയം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ അതായിരുന്നു അവർ പറഞ്ഞൊരു അവരുടെ ഇമ്മീഡിയറ്റ് റിക്വസ്റ്റ്. ഞാനപ്പോൾ തന്നെ പരമാവധി ഉയർന്ന ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആരെയും കിട്ടുന്നില്ല. MP കിട്ടുന്നില്ല. കിട്ടിയ ഉദ്യോഗസ്ഥരോട് ഞാൻ വിളിപ്പിച്ച് വരുത്തി. അവിടെ അവർ വന്നു, ഞാൻ അവരോട് സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങള് ഇത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, നമുക്കിത് ഗൗരവമായിട്ട് ഇടപെടാം. ഞാൻ ചോദിച്ചു എന്ത് ക്രമീകരണമാണ് വരുത്തിയിട്ടുള്ളത്. പറഞ്ഞു രാത്രി പോകുന്ന അമൃത എക്സ്പ്രസിന്റെ മാത്രമൊരു പ്രശ്നമേ വരുന്നുള്ളൂ. അത് പക്ഷെ ഇവിടുന്ന് മാറ്റിയാൽ അത് മൊത്തത്തിൽ ട്രെയിൻ ഗതാഗതത്തെ തടസ്സപ്പെടുത്തും, ആകെ താറുമാറാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ യാത്രക്കാരുടെ പ്രശ്നം ആ ഒരു ട്രെയിനിനെ മാത്രമായിരിക്കില്ല ബാധിക്കുക, എന്റെ ട്രെയിൻ മെക്കാനിസത്തെ ബാധിക്കും. ശരി, പക്ഷെ അതിനുശേഷം വേറൊന്നും ഉണ്ടാവില്ല. പിന്നെ സംഭവിച്ചത് രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴായിട്ട് അവിടെ വരുന്നു. ഇനി അങ്ങനെ വരേണ്ടി വരുന്നുവെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി. ഇതല്ലാതെ മറ്റു വഴിയില്ല എന്ന് അവിടെ നിൽക്കുന്ന ഫയർഫോഴ്സിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരോടും മേയറോടും എല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി. ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്,
അതും ഒരു പ്രശ്നമാണല്ലോ, അതൊരു ഇഷ്യൂ ആണല്ലോ. കാരണം ഈ ട്രാക്ക് ഉപയോഗിക്കാതിരുന്നാൽ റെയിൽ ഗതാഗതത്തെ ആകെ താറുമാറാക്കും, ആകെ തടസ്സപ്പെടുത്തും എന്ന നിലയുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എല്ലാം മനുഷ്യരല്ലേ. ഇപ്പോ ഫയർഫോഴ്സിൽ കുറെ പേര് ജോലി ചെയ്യുന്നു, അതുപോലെയല്ലേ കുറെ പേര് ജോലി ചെയ്തിട്ട് റെയിൽവേയിൽ ഇരിക്കും. അവർക്ക് ഫയർഫോഴ്സിൽ ജോലി കിട്ടിയില്ല, അവർക്ക് റെയിൽവേയിൽ ജോലി കിട്ടി. ഒരു ഉദ്യോഗസ്ഥരെ ഒരു ഉദ്യോഗസ്ഥരല്ലേ, രണ്ടുപേരും ചെയ്യുന്ന ജോലിയല്ലേ. നഗരസഭയിലെ ക്ലീനിക് സ്റ്റാഫോട് രാത്രി പോലുമില്ലാതെ ഉണ്ടായിരുന്നു, അവര് മനുഷ്യരല്ലേ. അപ്പൊ അവരെല്ലാവരുടെ പണിയെടുത്ത് നിൽക്കുമ്പോ ട്രെയിനൊക്കെ വരികയാണ്. അത് ശരിയല്ലല്ലോ. വന്നിട്ട് പറയണ്ടേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ എന്നോട് തന്നെ അത് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. കാരണം മാറ്റിയാല് ഒരു ട്രാക്കിൽ വരുന്ന മാറ്റം മൊത്തത്തിലുള്ള ട്രെയിൻ ഗതാഗതത്തിന്റെ താളം തെറ്റിക്കും എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂജ് ഇഷ്യൂ ആണ്, അത് വേറൊരു ഇഷ്യൂ ആണല്ലോ. അപ്പൊ ഒരു ഇഷ്യൂവിനെ പരിഹരിക്കാൻ വേറൊരു ഇഷ്യൂ സൃഷ്ടിക്കലല്ലോ, ഒരു വയാ മീഡിയ ഉണ്ടാവണം. മനസ്സിലായി, നിങ്ങൾ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് റോബോട്ടിക് എക്സ്പെർട്സ് പറഞ്ഞു, അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. ഇതുപോലൊരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലാക്ക് അല്ലെങ്കിൽ ഒരു ഏകോപനത്തിന്റെ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുണ്ടായി. ഇത് പറഞ്ഞത് ഉണ്ടായ സംഭവത്തിന് ബ്ലെയിം ചെയ്യലല്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തരം സംഭവങ്ങളാണ്. റെയിൽവേ ജനങ്ങളുടേതാണ്. റെയിൽവേ കൂടുതൽ ജനകീയമാകാൻ ശ്രമിക്കണം. അതിന് എല്ലാ അർത്ഥത്തിലും അത് ഉണ്ടാകാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേയുടെ ആറ്റിറ്റ്യൂഡിൽ, സമീപനത്തിൽ ഗൗരവമായി മാറ്റം വരുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രിക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട് മറ്റൊട്ടനവധി പ്രശ്നമുണ്ട്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ ജോയിയുടെ ഒരു കെയർ അല്ലെങ്കിൽ അതിന്റെ കുടുംബത്തിന് സഹായിക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യതയും റെയിൽവേക്കുണ്ട്. പിന്നെ അത് സംബന്ധിച്ചൊരു അന്വേഷണവും നടത്തണം. അന്വേഷണം ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും കുറ്റവാളികളാക്കാനോ തൂക്കിക്കൊല്ലാനോ ഒന്നുമല്ല. കാരണം ഇത്തരത്തിലൊരു സംഭവത്തിൽ ഒരു വലിയ മാലിന്യ നീക്കത്തിന് റെയിൽവേ ഏൽപ്പിച്ച കരാർ ആരുടേതാണ്? ആ കരാർ മാനദണ്ഡ പ്രകാരമായിരുന്നു. മാനദണ്ഡം എന്ന് പറയുന്നത് ഞാൻ ഈ വേറെ ഏതെങ്കിലും വിജിലൻസ് ആംഗിളിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാൻ കേപ്പബിളായ ഒരു ഏജൻസിയാണോ ഏൽപ്പിച്ചത്? ഒരു വലിയ ടാസ്കാണ്. ആ ടാസ്ക് നിർവഹിക്കാൻ പറ്റിയ ഏജൻസിയാണോ ഏൽപ്പിച്ചത്? അത് ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കുകയാണോ ചെയ്തത്? ഇതൊക്കെ വലിയ പ്രശ്നമല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് മറ്റൊരു മുന്നെടുപ്പില്ല. ഈ പറയുന്ന ആള് അവരുടെ ഒരു രീതി അനുസരിച്ച് അവര് 3-4 പേരെ കൊണ്ടുവരുന്നു, അവര് ഒരിടത്ത് ഇറക്കുന്നു, ഒരു സുരക്ഷാ മുൻകരുതലുകളുമില്ല. അത് നമ്മളെ പോലൊരു സ്റ്റേറ്റിന്, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പുരോഗമനമുള്ള അല്ലെങ്കിൽ സയന്റിഫിക്കലി വളരെ നമ്മൾ ഗ്രോ ചെയ്ത് മുന്നോട്ടെത്തിയ ഒരു സ്റ്റേറ്റിന് ചേർന്നാണ് ഒരു അപരിഷ്കൃതമായ രീതിയിൽ ഒരു ഇഷ്യൂവിനെ കൈകാര്യം ചെയ്യും. അത് റെയിൽവേയാണ് എൻഗേജ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഈ ഏജൻസി ഏതായിരുന്നു? അത് സംബന്ധിച്ച് അന്വേഷണം വേണം. അന്വേഷണം നടത്തുന്നത് പറയുന്നത് ആരെങ്കിലും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇനി ഇത് ആവർത്തിക്കരുതല്ലോ. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുതിയൊരു പ്രോട്ടോകോൾ വേണ്ടേ റെയിൽവേക്ക്? ഇങ്ങനെ ഒരു മാലിന്യ നീക്കത്തിന്റെ പ്രശ്നം ഇനി ഉണ്ടായാൽ, ഉയർന്നു വന്നാൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു പ്രോട്ടോകോൾ ഇനി ഉണ്ടാവണ്ടേ? അപ്പൊ അതിന് കാരണമായിട്ട് ഇത് കണ്ടിട്ട് ഇനി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പോകുന്നു. നിങ്ങളൊക്കെ മറ്റു പല വാർത്തകളിലേക്ക് പോകും, നമ്മളൊക്കെ മറ്റു പല കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ അതല്ലല്ലോ. റെയിൽവേ ഈ സന്ദർഭത്തിൽ ഇത് സംബന്ധിച്ച് ആത്മപരിശോധന നടത്തണം. നടപടിക്രമങ്ങളെ സംബന്ധിച്ച് നിയമപരമായ പരിശോധന നടത്തണം. ആ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ പ്രോട്ടോകോൾ ഇത് സംബന്ധിച്ചുണ്ടാവണം, മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. ഈ നിലയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ശാസ്ത്രീയമായും ധാർമ്മികമായും അതിൽ റെയിൽവേ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകണം. ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടാറുള്ളത്. MP, കഴിഞ്ഞ ദിവസം ഈ കോടതി ഗുരുതരമായ പരാമർശം റെയിൽവേക്കെതിരെ നടത്തിയിട്ടുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട്, മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ കോടതിയുടെ പരാമർശം ഉണ്ടാകുമ്പോഴും കേരളത്തിലെ പ്രതിപക്ഷവും ആദരണീയനായ മുൻ കേന്ദ്രമന്ത്രി BJP നേതാവും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി. അത് ഈ നമ്മളെല്ലാവരും ആ മണിക്കൂറിൽ ജോയിയുടെ ജീവന് വേണ്ടി തിരഞ്ഞു. പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയും തിരഞ്ഞു. ഒരു കൂട്ടം മനുഷ്യജീവന് വേണ്ടി തിരഞ്ഞു,
വേറൊരു കൂട്ടർ മുതലെടുപ്പിന് വേണ്ടി തിരിഞ്ഞു. ജീവന്റെ തുടിപ്പോടുകൂടി ജോയിയെ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല കേരളത്തിൽ. ഒരു മനുഷ്യനും ഉണ്ടാകില്ല. ജീവന്റെ തുടിപ്പോടെ ആ മനുഷ്യനെ തിരിച്ചു കിട്ടണമേ എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും കേരളത്തിലുണ്ടാകില്ല. ഒരു മനുഷ്യനുണ്ട്. ആ സമയത്ത് പുര കത്തുമ്പോൾ വാഴ കിട്ടും പോലെ കേരളത്തിന്റെ ആദരണീയനായ സമാദരണീയനായ പ്രതിപക്ഷ നേതാവ് മുതലെടുപ്പ് തിരയായിരുന്നു. മനുഷ്യജീവനും ഒരിടത്ത് തിരയുന്നു, ഒരിടത്ത് മുതലെടുപ്പ് തിരയുന്നു. അതത്ര നീചമായ രാഷ്ട്രീയ മനസ്സാണ്, നിന്ദ്യമായ രാഷ്ട്രീയ മനസ്സാണ്. അതിന് ആത്മപരിശോധന ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് രാഷ്ട്രീയമായി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാൻ ഒട്ടേറെ അവസരങ്ങളില്ലേ. ഇത് മാത്രമേ ഉള്ളൂ എന്നെന്തിനാണ് അങ്ങ് കരുതുന്നത്? അതായിരുന്നു അതിന്റെ സമയം. ഞാൻ വേറൊരു കാര്യം കൂടി, എന്റെ ശ്രദ്ധയിൽ വരാത്തതാണെങ്കിൽ നിങ്ങൾ ദയവായി തിരുത്തണം. ഈ റെയിൽവേ വന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ അവിടുത്തെ ഈ പ്രവർത്തനങ്ങളിലാകെ മനുഷ്യരാകെ ഒരുമിച്ച് നിന്നപ്പോൾ അവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു ബഹിഷ്കരണം കണ്ടോ എന്ന് എനിക്കൊരു സംശയം. അവിടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ ആരെങ്കിലും വന്നു എന്റെ ശ്രദ്ധയിൽപ്പെടാത്താണെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. എന്റെ ശ്രദ്ധയിലില്ല അങ്ങനെ ഒരു കാര്യം. അദ്ദേഹം ഈ തിരുവനന്തപുരത്തോ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും അവരുടെ ഒരു ജനപ്രതിനിധിയോ പ്രസൻസ് അല്ലേ? നമ്മുടെ ഫയർഫോഴ്സ് നിർവഹിച്ചത് എത്ര മാതൃകാപരമായ പ്രവർത്തനമാണ്. നമുക്ക് അവരെ അഭിനന്ദിച്ചാൽ മതിയാകും, വാക്കുകൾ തികയും. ഇന്നലെ നിങ്ങളുടെ ചില മാധ്യമങ്ങൾ അവരുടെ വളരെ പ്രശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ മാധ്യമങ്ങളെ ഞാൻ പ്രത്യേകമായ തരത്തിൽ അഭിനന്ദിക്കുകയാണ്. ആ ഫയർഫോഴ്സ് വിഭാഗത്തെ നിങ്ങൾ വലിയ നിലയിൽ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ കൊടുത്ത ഒരു ഇടപെടൽ അത് തീർച്ചയായിട്ടും നമ്മുടെ അഗ്നിരക്ഷാ സേനയുടെ അതിലെ അംഗങ്ങളുടെ മുറയിലെ ആത്മവിശ്വാസത്തെ വലിയ തോതിൽ ഉയർത്തും. ഞാനതിനെ വളരെ പോസിറ്റീവായി കാണാണ് നിങ്ങളുടെ ആ സമീപനത്തെ. അവരെല്ലാവരും അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് മറ്റു പല തരത്തിലുണ്ടായില്ല. പ്രതിപക്ഷത്തിന്റെ ആരുടെയും ഒരു സാന്നിധ്യം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, അതിന്റെ നേതാക്കളുണ്ടല്ലോ, അവരാരെങ്കിലും ഞാൻ കണ്ടില്ല. ഇനി എന്റെ കാഴ്ചയുടെ അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയുടെ പരിധി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അപ്പൊ അതിലും ഒരു ബഹിഷ്കരണം ആവശ്യമുണ്ടോ? അപ്പോ അടിമുടി ഇതെങ്ങനെയെങ്കിലുമൊക്കെ തുലഞ്ഞുപോട്ടെ എന്ന് കരുതിയോ? ഉടനെ തന്നെ മാധ്യമ പ്രവർത്തനം വിളിച്ചുകൂട്ടി അയ്യോ കിട്ടിപ്പോയി ഒരവസരം എന്ന നിലയിൽ ഞാൻ പെട്ടെന്ന് പറയും വരുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ നടത്തിയൊരു പ്രതികരണമാണ്. ഇതൊക്കെ വരട്ടെ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ LDF ജയിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, ഇനിയും പ്രളയവും കാറ്റൊക്കെ വരാനിരിക്കുന്നല്ലേ ഉള്ളൂ, അപ്പോൾ കാണാം എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെല്ലാം മനുഷ്യരല്ലേ, അതിനപ്പുറത്തല്ലേ, അതിന് അപ്പുറത്തല്ലേ രാഷ്ട്രീയം. അപ്പൊ അതില് ഒരു മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത്. അത് അങ്ങനത്തെ അപലപനയാണ്. അതവർ തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ റെയിൽവേയുടെ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ഈ ഇന്ത്യൻ റെയിൽവേയിൽ എന്തേ ഇത് സംബന്ധിച്ച് അവർക്ക് ഇടപെടാൻ കഴിയാത്തത് ഈ ദിവസങ്ങളിൽ? അവരുടെ ഫിസിക്കൽ പ്രസൻസ് അവരുടെ സ്കെഡ്യൂൾ പ്രകാരം ഇവിടെ ഉണ്ടാകുന്നു ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാനതുകൊണ്ട് അവിടെ വന്നുമില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നില്ല. എന്തായാലും വരണം, മറ്റൊരുപാട് തിരക്കുകൾ കിട്ടണം. പക്ഷേ അവരിതിൽ ഇടപെടണം. അവരുടെ ക്യാബിനറ്റിലെ ഒരു സഹമന്ത്രിയോട് അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകനോട് ഈ കാര്യത്തിൽ ഇങ്ങനെ എന്റെ നാട്ടിലൊരു പ്രശ്നം നടക്കുന്നു, നിങ്ങളതിൽ കുറെ കൂടി ജാഗ്രതയോടെ ഒരു കരുതലിന്റെ ആവശ്യമുണ്ട് എന്ന് പറയാൻ തയ്യാറാണ്. ഇന്ത്യൻ റെയിൽവേയോട് പറയണ്ടേ? അവരല്ലേ പറയേണ്ടത്? അവര് ക്യാബിനറ്റിന്റെ പാർട്ടല്ലേ, ക്യാബിനറ്റിന്റെ ഭാഗമല്ലേ? അവരെന്തുകൊണ്ട് പറഞ്ഞില്ല? അവരെന്തുകൊണ്ട് പറഞ്ഞില്ല?
മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടില്ല. നിങ്ങൾ കോട്ടയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നെഗറ്റീവായി ഗവൺമെന്റ് വിരുദ്ധ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയത്. ഇതെല്ലാം നിങ്ങൾ ചേർത്ത് വായിക്കണം. അത് ശരിയല്ല. ഈ പ്രവണത നമ്മുടെ ഒരു പ്രബുദ്ധമായ രാഷ്ട്രീയ സംസ്കാരത്തിന് ഉചിതമല്ല. ഈ റെയിൽവേയുടെ വീഴ്ച അവിടെ സമ്മതിക്കുമ്പോൾ പോലും ആ ഭാഗത്തേക്ക് പെട്ടെന്ന് ഉണ്ടായ മാലിന്യമല്ല. മാസങ്ങളായി വർഷങ്ങളായി തന്നെ ഇവിടേക്ക് മാലിന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലാത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെന്റ് വീഴ്ചയില്ല, എല്ലാവരുടെ ഭാഗത്തും കൂട്ടുത്തരവാദിത്തമില്ല. അതിനകത്ത് ഈ നമുക്കിപ്പോഴും എളുപ്പം നമ്മുടെ ഒരാളെ കല്ലെറിയണം, കൂട്ടരെ കല്ലെറിയണം. അത് ശരിയല്ല. എനിക്കതിനോട് യോജിപ്പില്ല. അതിനകത്ത് ഈ പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പില്ല. രണ്ട് കാരണങ്ങളാൽ. ഒന്നാമത്തെ കാരണം നിയമപരമായി റെയിൽവേയുടെ പ്രമൈസസിലേക്ക് മാലിന്യം നീക്കം ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാമറ എടുത്ത് അവിടെ പോയി വാർത്ത പറയാൻ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം? നിങ്ങൾ ആരും പോയിട്ടുണ്ടോ? എത്ര ചോദ്യം ചെയ്യലുകൾക്ക് വിദ്യയാവും? ഞാൻ ഇടപെട്ടിട്ടുണ്ടല്ലോ. തലസ്ഥാനത്തെ വിവിധ ഒരു മാധ്യമ സംഘമോടെ പോയി വാർത്ത കവർ ചെയ്യുമ്പോൾ അവരെ അവിടെ വിളിച്ചു. ഞാൻ എം പി ആയതിനു ശേഷം അവരെന്നെ വിളിച്ചു സഹായിക്കണം, ഇങ്ങനൊരു പ്രശ്നം. ഞാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചത് വളരെ പോസിറ്റീവായിരുന്നു. ഒരു വിട്ടു. ഞാൻ പറഞ്ഞത് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവരുടെ പ്രമൈസസ് ആണ്. ആ പ്രമൈസസിനുള്ളിലെ മാലിന്യ നീക്കത്തിന് പണ്ടൊരിക്കൽ നഗരസഭ ശ്രമിക്കുകയും അന്ന് റെയിൽവേ വളരെ നെഗറ്റീവായി നിയമപരമായി തന്നെ അവർക്ക് നീങ്ങുകയും ചെയ്യുന്ന നിലയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ എന്താ ചെയ്യുന്നത്? കളക്ടറുടെ യോഗത്തിൽ അത് സംബന്ധിച്ച് ധാരണയാകുന്നു, റെയിൽവേ എൻഗേജ് ചെയ്യുന്നു. അത് റെയിൽവേയുടെ വല്ല ഉത്തരവാദിത്വം എന്നൊരു കേസ് റെയിൽവേക്ക് ഇല്ലല്ലോ. പിന്നെ ആ കേസ് നമ്മളെ റെയിൽവേ ആ കത്ത് കിട്ടുന്നു, റെയിൽവേ അത് സ്വീകരിക്കുന്നു, റെയിൽവേ അത് ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ റെയിൽവേ ആണത് ചെയ്യേണ്ടത് എന്നത് കൊണ്ടാണല്ലോ റെയിൽവേ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയും റെയിൽവേ അത് ചെയ്യുകയും ചെയ്തു. പിന്നെ റെയിൽവേക്ക് തന്നെ ഇല്ലാത്തൊരു കേസ് നമ്മളെന്തിനാണ് അവർക്ക് വേണ്ടി പറയുന്നത്? ഇത് റെയിൽവേയുടെ വല്ല റെസ്പോൺസിബിലിറ്റി എങ്കിൽ റെയിൽവേ ചെയ്യുന്നതായിരിക്കും. കോൺട്രാക്ടറെ ഏൽപ്പിക്കണോ? അല്ലല്ലോ. തിരിച്ച് നഗരസഭയ്ക്കോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോ ആർക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് കത്തെഴുതല്ലോ. ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, നിങ്ങളാണ് സാറേ ചെയ്യേണ്ടത് പറയല്ലേ. ഇത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണോ വലിയവരുടെ തർക്കമില്ലല്ലോ. അവർ തന്നെ എൻഗേജ് ചെയ്തില്ലേ കോൺട്രാക്ടർ? ആ കോൺട്രാക്റ്റിൽപ്പെട്ട ഒരാളാണല്ലോ ഈ ദുരന്തത്തിൽ പെട്ടുപോയി. അപ്പൊ അവർക്ക് തന്നെ അങ്ങനെ ഒരു കേസില്ല. പിന്നെന്തിനാണ് നമ്മൾ ആ കേസ് പറയേണ്ട കാര്യം? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ഇത് ആരുടെ കുഴപ്പം എന്നതല്ല. നമുക്ക് ഇനി ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞതിന്റെ സ്പിരിറ്റ് അതാണ്. ഇനി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകും. ഇനി ഇത്തരത്തിൽ ഒരു മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നം ഉണ്ടാകും. അതിന് റെയിൽവേ പിന്തുടരേണ്ട നിയമപരമായ പ്രോട്ടോകോൾ. ആ പ്രോട്ടോകോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറയുന്ന പ്രോട്ടോകോളുണ്ട്. അതിന് റെയിൽവേക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ ആത്മാർത്ഥമായി അക്കാര്യത്തിൽ ഇടപെടുകയും ഉണ്ടായ പിഴവുകൾ മനസ്സിലാക്കി പുതിയൊരു പ്രോട്ടോകോൾ അത് സംബന്ധിച്ച് ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിലോ തിരുത്തൽ വരുത്തുന്നത് ചെയ്തൊരു പ്രോട്ടോകോൾ ഉണ്ടാവുന്നു. ഇത് നമ്മളിനെ അതിന്റെ പിറകെ വൃത്തിയെ അവരല്ലേ നോക്കേണ്ടത്. അപ്പൊ അവിടെ ഇഷ്ടമുണ്ടാവുന്നത്. അങ്ങനെ നമ്മളതിനെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പോസിറ്റീവായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അല്ലാതെ നമ്മള് ഇത് ആരുടെ കുഴപ്പം, അവരുടെ കുഴപ്പം, ഇവരുടെ കുഴപ്പം, ഒരു ബ്ലൈമിംഗ് ഗെയിമിലേക്ക് നമ്മൾ പോകാൻ അത് നമുക്ക് എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യം. ആദ്യം പറഞ്ഞത് പ്രയാസകരമായ കാര്യം. ആദ്യം പറഞ്ഞതാണ് ഗുണം. രണ്ടാമത്തേത് നമുക്കൊരു ടെലിവിഷൻ ന്യൂസിനോ അല്ലെങ്കിൽ വാർത്ത ന്യൂസിനോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരസ്പരം ഏറ്റുമുട്ടുന്നതോ എന്നാൽ അപ്പുറത്ത് വേറൊന്നുമില്ല. അതുകൊണ്ട് ഇത് നഗരസഭയാണ് ഇതിന്റെ കുഴപ്പമാണെന്ന് നമ്മൾ ബ്ലെയിം ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് വേറെ എന്താ ഗുണം? ഞാൻ റെയിൽവേ ആണ് എന്റെ ആകെ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെയിൽവേയെ ബ്ലെയിം ചെയ്ത് വെച്ചിട്ട് ഇത് പ്രശ്നപരിഹാരം ഉണ്ടാവും. ഇനി ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാവുകയാണ് വേണ്ടത്. അതിന് ഈ സാഹചര്യത്തിന് നിമിത്തമായി കാണും. അതായത് ഈ ജോലിയെ കാണാതായി എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മാലിന്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ആംബുലൻസ് ബോർഡിന്റെ ജോലിയുടെ പ്രത്യേകം കണ്ടെത്തിയ സ്ഥലം അതിൽ പുറത്തുവിടണം. ആ ഭാഗത്തൊക്കെയും മാലിന്യം മുന്നോട്ട് കിടക്കാം. പൊതുവെ മാലിന്യ സംസ്കരണത്തിൽ തലസ്ഥാനത്ത് ഒരു പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന്റെ കാര്യമാണ് നമ്മുടെ തലസ്ഥാന നഗരത്തിൽ ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും മാലിന്യ സംസ്കരണം പ്രധാനപ്പെട്ട ചലഞ്ചാണ്.
ഇനി അത് തിരുവനന്തപുരം നഗരത്തിൽ കൂടും. കാരണം വിഴിഞ്ഞത്തിന്റെ കൂടി വരവോടുകൂടി നമ്മുടെ നഗരവൽക്കരണം ശക്തിപ്പെടും. പോപ്പുലേഷനും ഫ്ലോട്ടിംഗ് പോപ്പുലേഷനും ഒക്കെ ആയിട്ട് നമ്മൾ വേറൊരു ലെവലിലേക്ക് നമ്മുടെ ഈ തിരുവനന്തപുരം മാറാൻ പോകും. എന്താ പ്രശ്നം? നമുക്കൊരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. അങ്ങനെ ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ആയിരുന്നു വിളപ്പിൽശാലയിൽ വിഭാവനം ചെയ്തിരുന്നത്. വിളപ്പിൽശാലയിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതിനെതിരെ നടന്നത് എത്ര വലിയ സമരമായിരുന്നു. അതിൽ മാധ്യമങ്ങളുടെ റോൾ എന്തായിരുന്നു? മാധ്യമങ്ങളെ ബ്ലെയിം ചെയ്യല്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും സ്പിരിറ്റ് ഓഫ് ദി ടൈമിനൊപ്പം നിൽക്കുന്നവരാണ്. എപ്പോഴും സ്പിരിറ്റ് ഓഫ് ദി ടൈമിനൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത്? ആത്മപരിശോധന നടത്തുന്നത്. മാലിന്യം ഒരു പ്രശ്നമാണ്. അപ്പോ കേന്ദ്രീകൃത മാലിന്യ പ്ലാൻ ഇല്ല. അത് യാഥാർത്ഥ്യമാണ്. എങ്ങനെ ഇല്ലാതായി? മാലിന്യ സംസ്കരണം മാത്രമല്ല, നിങ്ങളത് കാണണം. ചില വേറൊരു ഇഷ്യൂ കൂടി ഞാൻ ക്രെമറ്റോറിയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. മനുഷ്യന്റെ മൃതശരീരം അടക്കം ചെയ്യുന്നത് സംബന്ധിച്ച് വലിയ ചലഞ്ചുണ്ട് ഈ കേരളത്തിൽ. എവിടെയെങ്കിലും ഒരു ക്രെമറ്റോറിയം, ഒരു പൊതു ശ്മശാനം ആരംഭിക്കുന്നതിന് ശ്രമിക്കുന്ന പ്രശ്നം ഇതൊരു ഇഷ്യൂ അല്ലേ? മനുഷ്യന്റെ മാലിന്യം ഒരു ഇഷ്യൂ അല്ലേ? ഈ മാലിന്യം അന്യഗ്രഹ ജീവികളൊന്നും കൊണ്ടുവരുന്നല്ലോ, ഞാൻ നിങ്ങളുണ്ടാക്കുന്നതാണല്ലോ അവിടെ. ആ മാലിന്യ സംസ്കരണത്തിന് ഗവൺമെന്റിന്റെ പ്രപ്പോസൽസ് ഉണ്ട്. പക്ഷെ എപ്പോഴൊക്കെ ഗവൺമെന്റ് ആ പ്രപ്പോസൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും, എവിടെ അവിടെ അതൊരു സാമൂഹ്യ പ്രശ്നമായി ഉയർന്നു. യഥാർത്ഥത്തിൽ ഇന്ന് യാതൊരു പ്രയാസവും ഇല്ലാതെ മാലിന്യ സംസ്കരണമാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ക്രിമിയേഷൻ ആകട്ടെ, ശവദാഹമാകട്ടെ, അത് നടത്താൻ പറ്റുന്ന ഒരു പാരിസ്ഥിതികാഘാതമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാതെ നടപ്പിലാക്കാൻ പറ്റുന്ന ഹൈ-എൻഡ് ടെക്നോളജികൾ ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. ആ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ആളുകൾക്കിടയിൽ ആശങ്ക വരും. ആളുകളുടെ ആശങ്ക എങ്ങനെയാ മാറ്റാൻ പറ്റുക? നമ്മൾ വളരെ സംഘടിതമായ ക്യാമ്പയിനിലൂടെയല്ലേ മാറ്റാൻ പറ്റുള്ളൂ. ഈ ചോദ്യം ഉന്നയിച്ച എന്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് ഡെമോക്രസി 4ാം തൂണുകാരോട്, മാധ്യമപ്രവർത്തകരോട് ഞാൻ ഉദയപൂർവ്വം ചോദിക്കുന്നത്, അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ നിലപാടുകൾ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങനെ ഉള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ എടുക്കേണ്ട നിലപാട് അതിന്റെ ടെക്നോളജി കോംപ്രമൈസ് ചെയ്തുകൊണ്ടിൽ നിങ്ങൾ അതിനെ വിമർശിക്കണം. അല്ലാതെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള ക്യാമ്പയിനർമാരായി നിങ്ങൾ കൂടി മാറാനാണ്. അതല്ലേ മാധ്യമങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താലല്ലേ നമുക്ക് കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണമല്ല. ഇടക്കാലത്ത് വലിയ പ്രശ്നമാണ്. അതിൽ നിന്ന് എങ്ങനെയായിരുന്നു ഇത് വേവിട്ട് കൊണ്ടുവന്നതിന് കൊണ്ടിട്ടത്? വളരെ ഫലപ്രദമായി ഇടപെട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഉറവിട മാലിന്യ സംസ്കരണം എന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നു. കേന്ദ്രീകൃത ഉറവിടമേ ഉള്ളൂ, വേറെ വഴിയില്ല. ആ ഉറവിട മാലിന്യ സംസ്കരണം എത്ര ഭംഗിയായാണ് നടത്തുന്നത് തിരുവനന്തപുരത്ത്. കുറ്റക്കുറവുണ്ടെങ്കിൽ നമുക്കത് പറയാം. പക്ഷേ കുറ്റത്തെക്കാൾ കുറവുകളേക്കാൾ കൂടുതൽ മേന്മയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തില് നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്, ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ ഓണാഘോഷം, കേരളീയം, ഇതെല്ലാം കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം തിരുവനന്തപുരം നഗരം ആകെ ക്ലീൻ ആവുന്നു. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യാറുള്ള എല്ലാ തരത്തിലും വാർത്തയാണ്. അതിനപ്പുറത്ത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ രാത്രിയിൽ വിശ്വസിച്ചു, രാത്രി കഴിഞ്ഞ് രാവിലെ എത്തുമ്പോഴേക്കും തിരുവനന്തപുരം നഗരത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു സമുദ്രമോ ഒരു വൃത്തിഹീനമായ സാഹചര്യം കാണാം. നിങ്ങൾ ചെന്നൈ നഗരത്തിലേക്ക് പോകും, നിങ്ങൾ ബാംഗ്ലൂർ നഗരത്തിലേക്ക് പോകും, നിങ്ങൾ രാജതലസ്ഥാനായ ഡൽഹിയിലേക്ക് പോകും. നമ്മളെല്ലാം സഞ്ചരിക്കുന്നവരാണല്ലോ. എന്താ അവിടെയൊക്കെ അവസ്ഥ? ആ ഇതിനേക്കാൾ വലിയ നഗരമാണല്ലോ. ആ നഗരങ്ങളിൽ എവിടെയെങ്കിലും കാണുന്ന എന്തെങ്കിലും ഒരു മോശപ്പെട്ട പ്രവണത, മൂക്ക് കുത്തിപ്പോകേണ്ട സാഹചര്യം, അമിഴഞ്ചൽ തോട് അല്ലെങ്കിൽ പറയുന്ന ചില സ്ഥലത്ത് വാട്ടർ ബോഡീസിലുണ്ട്. ഞാനത് ഞാൻ അല്ലാതെ പറയാം, പറയുന്നത് അങ്ങനെ ഉണ്ടോ? അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണ്? ആമിഴഞ്ചൽ റോഡിലാവട്ടെ അല്ലാതെ വരുന്ന പ്രശ്നം എന്താണ്? നഗരസഭ നേരിടുന്ന ഗുരുതരമായ പ്രശ്നം കേന്ദ്രീകൃത മാറ്റങ്ങളാണ്. അത് യാഥാർത്ഥ്യമാണ്. അതില്ലാതായതാണ് നമ്മള്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. ഞാൻ വിശദീകരിച്ച സമയം വരുന്നില്ല. ഒരൊറ്റ കാര്യമുള്ളൂ, നഗരസഭയിലെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിരാവിലെ പോലും നിന്ന് ജോലി ചെയ്യുന്ന ചേച്ചിമാരെ കാണാം. എന്ത് റെസ്പെക്ട് ആണ് അവരോട് നമുക്ക് തോന്നേണ്ടത്. നമ്മളിപ്പോ സ്കൂബ ഡൈവിംഗ് ടീം, ഫയർഫോഴ്സുകാരോട് നമുക്ക് തോന്നുന്ന റെസ്പെക്ട്, ഈ മനുഷ്യർ നമ്മുടെ മാലിന്യം എടുക്കാൻ അവരല്ലേ നമ്മുടെ ക്ലീൻ ചെയ്യുന്നത്, അവരല്ലേ ഇതിന്റെ പടയാളികൾ. ഈ നഗരത്തില് എത്ര ആത്മാർത്ഥമായിട്ടാണ് അവർ ചെയ്യുന്നത്.
ഇപ്പൊ നഗരസഭയിലെ മാലിന്യത്തിക്കാകെ മോശമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുന്നത്? ഈ സാധുക്കളെയാണ്. ആരെങ്കിലും ഒരാൾ കുറ്റകരമായ വീഴ്ച വരുന്നു. അവരുടെ പരിമിതി എന്താണ്? ഈ സംഭരിക്കുന്ന സാധനത്തെ കൊണ്ടുപോയി കേന്ദ്രീകരിച്ച് സംസ്കരിക്കാൻ പറ്റുന്ന, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. അതില്ലാത്തതിന്റെ കാരണം എന്താണ്? ഉയർന്നു വന്ന സമരമാണ്. സ്ഥലം കണ്ടതല്ലേ, വെളുപ്പുശാല സ്ഥലം കണ്ടതല്ലേ. അവിടെ ഇപ്പൊ പുതിയ സ്ഥാപനമാണ് നമ്മുടെ അതിനടിയിലാണല്ലോ ഇപ്പോ APJ അബ്ദുൽ കലാമിനെ വിളിച്ചിട്ട്. അപ്പൊ അത് നിങ്ങൾ കൂടി ആത്മവിശ്വാസം നടത്തുന്ന കാര്യമാണ്. ഉയർന്നു വരുന്ന സ്പിരിറ്റ് ഓഫ് ദി ടൈം എന്ന് പറയുന്നതിനൊപ്പം എപ്പോഴും നിൽക്കാറില്ല. ഉയർന്നു വരുന്നൊരു പ്രശ്നം ഞങ്ങളെന്നാ പിന്നെ ഒഴുക്കിനൊപ്പം നിൽക്കാം. അതിന്റെ മെരിറ്റ് കണ്ട് മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു റോള് ക്യാമ്പയിൻ കൂടിയാണ്. നിങ്ങളൊക്കെ ഒട്ടനവധി ക്യാമ്പയിൻ എടുക്കുന്നവരാണ്. അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകാറുണ്ട്. ആ ക്യാമ്പയിനിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിനാവശ്യമായ ക്യാമ്പയിനർമാരായി കൂടി നിങ്ങൾക്ക് മാറേണ്ട ബാധ്യതയുണ്ട്. ഇപ്പോ ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മന്ത്രി ശ്രീ MP രാജേഷ് വാർത്താ സമ്മേളനം നടത്തി. ഞാൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യാം. വളരെ ആത്മാർത്ഥം, വളരെ വളരെ കൃത്യമായി, വസ്തുതാപരമായി അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മളിത് ഒരു വലിയ നീക്കത്തിലേക്ക് പോകാം. ഇന്ന് ഞാൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ 1ാമത്തെ പേജിൽ അവരൊരു വാർത്ത കയറി ഈ മാലിന്യ നീക്കം എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത്. വാർത്ത ഉള്ളറകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും മോട്ടോവായി മിഷനായി ഇത് മാറും. അതിൽ മാധ്യമങ്ങൾക്ക് റോളുണ്ട്, നമുക്ക് എല്ലാവർക്കും റോളുണ്ട്, ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയ്ക്ക് റോളുണ്ട്. ആ സംബന്ധിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കും. എല്ലാവർക്കും റോളുണ്ട്. ആ റോളിലേക്ക് നമ്മൾ പോകും. അല്ലാതെ മാറി നിന്നിട്ട് കുറ്റം പറയാനും ട്രോളാണ് എല്ലാവർക്കും വലിയ എളുപ്പമാണ്. അവർക്ക് ജോലി ചെയ്തല്ലോ, വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാൻ വലിയ എളുപ്പമാണ്. അപ്പൊ ആ ട്രോൾ എടുത്തിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഴിചാറലുകൾ കണ്ടിട്ടും ഫേസ്ബുക്ക് എടുത്ത് കണ്ടിട്ടും നമ്മൾ കളത്തിലിറങ്ങി ഇറങ്ങുമ്പോഴുള്ള റിയാലിറ്റിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതിനെ അങ്ങനെ സമഗ്രമായി കാണണം എന്നുള്ളതാണ് മാലിന്യം. ഇതേ വിഷയത്തിൽ തന്നെയാണ് സർക്കാരിനും നഗരസഭയ്ക്കും വിമർശനം ഉണ്ടായത്. റെയിൽവേയും നഗരസഭയും തമ്മിൽ മാലിന്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് സർക്കാരിനെ അതുവരെയും പിടിച്ചുപറ്റി അതിന് സൊല്യൂഷൻ കാണട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു. അദ്ദേഹം വലിയ തോതിൽ അടുത്ത കാലത്തെല്ലാം കുറച്ചു കാലമായിട്ടുണ്ടത് BJP ഡിഫെൻഡ് ചെയ്യാം കേന്ദ്ര ഗവൺമെന്റ്. അത് റെയിൽവേയുടെ പോരായ്മ. ആ റെയിൽവേയുടെ പോരായ്മ, റെയിൽവേ അത് ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പൊ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം അതല്ലേ ചെയ്യേണ്ടത്? പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് ആത്മാർത്ഥം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സംഘടനകളോ അദ്ദേഹത്തിന്റെ ജനപ്രാതിനിധ്യത്തിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികളായവരോ ആയ ഒരു 4-5 പേരെ ഞങ്ങൾ അവിടെ പോയി നിൽക്കണം, അതൊരു പ്രശ്നമല്ലേ, നിങ്ങളെല്ലാം അവിടെ ഉണ്ടോ എന്ന് പറയാൻ, നിങ്ങളോട് പോയി നിൽക്കണം, അത് നോക്കണം, ശ്രദ്ധിക്കണം, തിരയണം, അക്കാര്യത്തിൽ ഇടപെടണം എന്നൊരു കാര്യം ചെയ്തോ? അവരെവിടെ ഉണ്ടായിരുന്നു? അതൊന്നും ചെയ്യാതെ മാറി നിന്നിട്ട് വർത്തമാനം പറയാം. അപ്പൊ സർക്കാരിന്റെ വിവിധ പരിപാടികൾ ബഹിഷ്കരിക്കുന്നത് പോലെ ജോയിയുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തെയും കോൺഗ്രസ് ബഹിഷ്കരിച്ചു എന്നല്ലേ നമ്മൾ കാണേണ്ടത്? അദ്ദേഹം ബഹിഷ്കരിച്ചു. അദ്ദേഹം പേഴ്സണലി വരുന്നില്ല ഞാൻ ചോദിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ ഷെഡ്യൂളുകൾ വേറെ ആയിരിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ സംഘടനയിലോ അദ്ദേഹത്തിന്റെ കക്ഷികളിലോ പെട്ട UDF പെട്ട ആരുമില്ല ഇതിലുള്ളത്. KPCC ഓഫീസിലെ സെക്രട്ടറിയെങ്കിലും ഒന്ന് പോയി നിൽക്കണം, അവിടെ എന്താണെന്ന് നോക്കണം, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവണം എന്ന് പറയണ്ടേ? കേരളം ഒന്നാകെ ഒറ്റ മനസ്സോടെ നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇപ്പോഴൊരു തിരയാണ്. അത് അങ്ങേറ്റത്തെ നീചവും നിന്ദ്യവുമായ രാഷ്ട്രീയ മനസ്സുള്ളവർക്ക് ചെയ്യും. അങ്ങനെ ഈ ആമിഴഞ്ചാൻ തോടിന്റെ ഇടുങ്ങിയ ദുർഗന്ധം പോലെ പ്രതിപക്ഷ നേതാവിന്റെ മനസ്സ് മാറരുത്, അതാവരുത്. ആ തോടിന്റെയും ടണലിന്റെയും ഒരു എന്താണ് ഒരു ഇതുണ്ടല്ലോ, വലിപ്പക്കുറവുണ്ടല്ലോ, അതുപോലെ ആവരുത്. ഇടുങ്ങിയ മനസ്സിന്റെ, ഇടുങ്ങിയ തോട് പോലെ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയായി അദ്ദേഹം മാറരുത്. മാലിന്യം വിൽക്കുന്ന ഒരു തോടിന്റെ മനസ്സ് പോലെ പ്രതിപക്ഷ നേതാവിന്റെ മനസ്സ് മാറരുത്. ഇത് അത്രയും പറയാനുള്ളൂ. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കേരളത്തിൽ ഇവിടെ മാത്രമാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ?
അദ്ദേഹത്തിന്റെ ജില്ലയായ എറണാകുളത്ത് റെയിൽവേയുടെ പ്രശ്നം എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇന്നലെ വിവിധ സ്ഥലങ്ങളിൽ ഗവൺമെന്റ് തന്നെ റെയിൽവേക്ക് അയച്ച കത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിച്ചു. പലതവണ ചോദിച്ചിട്ടും ഏറ്റവും ഒടുവിൽ പാലക്കാട് നിന്ന് മാത്രം ഒരു മറുപടി ലഭിച്ചതായി മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ വിശദീകരിച്ചു. അതെല്ലാം കേട്ടില്ലേ പ്രതിപക്ഷ നേതാവ്? അപ്പോഴും തിരുവനന്തപുരം നഗരസഭയെ കുറിച്ച് പറയാം. തിരുവനന്തപുരം നഗരസഭ മാത്രമല്ലല്ലോ, മറ്റേല്ലെങ്കിൽ എല്ലാ നഗരസഭയും പ്രധാനപ്പെട്ട റെയിൽവേ ഡിവിഷനുകളിൽ പലതും നഗരസഭയിൽ, ഈ നഗരസഭയിലല്ലോ പലയിടത്തില്ലേ. നമ്മളൊരു ഇഷ്യൂവിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ആ ഇഷ്യൂവിനെ ഒരു ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂവിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിലെന്താണ് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റീവായ നിർദ്ദേശം? അതല്ലേ ഒരു പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവേണ്ടത്. കുറ്റം പറയാൻ ആർക്കും പറ്റില്ല. എന്ത് ഇതുവരെ ഈ നിമിഷം വരെ എന്ത് പ്രൊഡക്റ്റീവായ ഈ കഴിഞ്ഞ 3 വാർത്താ സമ്മേളനങ്ങൾ ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയതാണ് എന്റെ തോന്നൽ. ഇപ്പോൾ നടത്തി കൊടുക്കും. ഈ 3-ൽ ഓരോ തവണയെങ്കിലും ഒരു കാര്യം പ്രൊഡക്റ്റീവായ എന്തെങ്കിലും ഒരു നിർദ്ദേശം അദ്ദേഹം പറയും. ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റീവായ കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഇന്ത്യൻ റെയിൽവേയും കേന്ദ്ര മന്ത്രാലയത്തെയും ഡ്രൈവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പ്രൊഡക്റ്റീവായ കാര്യം പറയണ്ടേ? അദ്ദേഹം ഒരു പൊതുപ്രവർത്തനമല്ല. അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചൊരു പ്രതിപക്ഷ നേതാവ് പ്രൊഡക്റ്റീവായി ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറയണ്ടേ? ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയണ്ടേ? എന്തേ അദ്ദേഹം പറയാതെ? അതൊരു നല്ല രാഷ്ട്രീയ സംസ്കാരമാണ്. കഴിഞ്ഞല്ലോ. ശരി, വാർത്താ സമ്മേളനത്തിൽ എല്ലാവർക്കും